സഹോദരങ്ങളെ, ഇന്ന് വീഡിയോയിൽ വന്നത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു പദത്തെക്കുറിച്ച് പറയാനാണ്. അതായത് ആത്മാവ് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ആത്മബന്ധം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്താണ് ഈ ആത്മാവ്? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും പല ഉത്തരങ്ങളൊക്കെ പറയാറുണ്ട്. പക്ഷേ വേദഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയ ഏതാനും അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നത്. ഇത് നിങ്ങൾ പരമാവധി പേർക്ക് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വന്നത് ആത്മാവ് എന്നാൽ എന്താണ് എന്നുള്ളതാണ്. അതായത് ദൃശ്യമായ ഒരു ഘടകവും അദൃശ്യമായ രണ്ട് ഘടകങ്ങളും ചേർന്നതാണ് ആത്മാവ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ദൃശ്യമായ ശരീരവും അദൃശ്യമായ ജീവനും അതേപോലെ റൂഹ്, അതായത് ദിവ്യ ചൈതന്യം, ഇത് മൂന്നും കൂടി ചേർന്നൊരു കോമ്പൗണ്ടാണ് നമുക്ക് ഈ ആത്മാവ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ ഓരോ ആത്മാവും അതിൻ്റെ കർമ്മവുമായി ദൈവത്തിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരവും നമ്മുടെ ജീവനും നമ്മുടെ ഈ ദിവ്യ ചൈതന്യവും എന്ന് വെച്ചാൽ റൂഹ്, ഇത് മൂന്നും കൂടെ വീണ്ടും ചേർക്കപ്പെട്ട് ദൈവത്തിൻ്റെ മുന്നിൽ ഹാജരാക്കപ്പെടും എന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. ആത്മാവ് എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ ചേർന്ന ഒരു വസ്തുവിൻ്റെ പേരാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത്. അത് മൂന്ന് ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ശരീരം, മറ്റൊന്ന് നമ്മൾ പറഞ്ഞല്ലോ ജീവൻ, മറ്റൊന്ന് നമ്മുടെ റൂഹ് അതായത് ദിവ്യ ചൈതന്യം. ഈ മൂന്നിൽ ഒന്ന് മാത്രം വേർപ്പെടുന്നൊരവസ്ഥയുണ്ട്. അതിൻ്റെ പേര് നമുക്ക് ഉറക്കം എന്ന് പറയാം. അതായത് ശരീരവും ജീവനും അവിടെ ഉണ്ടാവും. അതിൽ നിന്ന് ദിവ്യ ചൈതന്യം ഒന്ന് ഉയർത്തപ്പെടുമ്പോൾ അവിടെ ജീവനുള്ള ഒരു ബോഡി അവിടെ കിടക്കുന്നുണ്ടാവും. പക്ഷേ ഈ ലോകവുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് പ്രവാചകൻ പറഞ്ഞത് ഒരു ചെറിയ മരണമാണ് ഉറക്കം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി വലിയ മരണമാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ യഥാർത്ഥ മരണം നിത്യനിദ്രയാണ് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഈ ശരീരത്തിൽ നിന്ന് ജീവനും റൂഹും എന്ന് വെച്ചാൽ ദിവ്യ ചൈതന്യവും വേർപ്പെടുന്ന ഒരവസ്ഥയിൽ അപ്പോൾ ഈ ബോഡി മാത്രം ഇവിടെ ബാക്കിയാവും. അപ്പോൾ ഈ മൂന്നും കൂടെ കൂടുന്ന കോമ്പൗണ്ടാണ് ഈ ആത്മാവ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ആത്മാവാണ്. ഈ നമ്മുടെ മുന്നിൽ നടന്നു വരുന്നത് ഒരു ആത്മാവാണ്. ആ ആത്മാവുമായി നമ്മൾ മറ്റൊരാത്മാവ് ബന്ധം സ്ഥാപിക്കുന്ന ആ ഒരു എല്ലാ ബോധത്തോടും കൂടിയിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കും. അതിന് ആത്മബന്ധം എന്ന് പറയും. അതല്ല ഇതൊരു കേവലം വ്യക്തിയാണ്, ഭൗതികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള ഒരു ബന്ധമാണെന്നുണ്ടെങ്കിൽ അതിന് വ്യക്തിബന്ധം എന്ന് പറയും. അപ്പോൾ ആത്മബന്ധവും വ്യക്തിബന്ധവും ഇങ്ങനെയാണ് വേദത്തിൽ നിന്ന് പഠിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. ഇനിയിപ്പോൾ ഇതേപോലെ അദൃശ്യമായ രണ്ട് ഘടകങ്ങൾ ചേർത്ത് ദൃശ്യമായ ഒരു വസ്തുവിനെ ദൈവം സൃഷ്ടിച്ചതിൻ്റെ ഉദാഹരണം കൂടെ നിങ്ങൾക്ക് പറഞ്ഞാൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാകും. അദൃശ്യമായ ഓക്സിജനും അദൃശ്യമായ ഹൈഡ്രജനും ചേർത്തിട്ട് ദൃശ്യമായ വെള്ളം എന്ന് പറയുന്ന ഒരു അത്ഭുത സൃഷ്ടിയെ ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്. വെള്ളം ഒരു അത്ഭുതം തന്നെയാണ്. അത് തേടിക്കൊണ്ടാണ് മനുഷ്യന് പല ഭൂഗോളാന്തര യാത്രകൾ, ബഹിരാകാശ യാത്രകളൊക്കെ, പല ഗ്രഹങ്ങളിലേക്കുമുള്ള യാത്രകൾ, ഗ്രഹാന്തര യാത്രകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ വെള്ളം അന്വേഷിച്ചുകൊണ്ടാണ്. വെള്ളം എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് അദൃശ്യമായ രണ്ട് ഘടകങ്ങൾ ചേർത്തുകൊണ്ട് ദൃശ്യമായ ഒരു വസ്തുവിനെ സൃഷ്ടിച്ചതിൻ്റെ ഉദാഹരണമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു. ഇത് കൂടുതൽ ആളുകളിലേക്ക് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. കൂടുതൽ ആളുകളിലേക്ക് പുതിയ വീഡിയോ എത്തുന്നതിന് അത് സഹായിക്കും. ഇതിൻ്റെ ബെൽ ബട്ടൺ അമർത്തിയാൽ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.